കഠിനവ്രതത്തോടു കൂടിയ സന്യാസി സമാനമായ മതജീവിതമായിരുന്നു ഇവർ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ നയിച്ചു വന്നിരുന്നത്. ടാർസില, എമിലിയാന, ഗോൾഡിയാന എന്നായിരുന്നു ഇവരുടെ പേരുകൾ. ഇവരിൽ ടാർസിലയും എമിലിയാനയും തീക്ഷ്ണഭക്തിയിലും കാരുണ്യത്തിലും രക്തബന്ധത്തിലും മേലെയുള്ള ഐക്യത്തിലുമായിരുന്നു. അവർ റോമിലെ ക്ലീവസ്കോറി മാർഗത്തിൽ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ ഒരു ആശ്രമം എന്ന പോലെ ജീവിച്ചു. മറ്റൊരാൾ നന്മയിലും കാരുണ്യത്തിലും വളരുവാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം ജീവിതം വഴി ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു. ഗോൾഡിയാന അവളോടൊപ്പം ചേർന്നുവെങ്കിലും നിശബ്ദ ജീവിതം സഹിക്കാൻ കഴിയാതെ മറ്റൊരു ദൈവവിളി തിരഞ്ഞെടുത്തു. അവൾ അവളുടെ സൂക്ഷിപ്പുകാരനെ വിവാഹം ചെയ്തു. ടാർസിലയും എമിലിയാനയും അവർ തിരഞ്ഞെടുത്ത ഭക്തിമാർഗം തന്നെ പിന്തുടർന്നു. തങ്ങളുടെ വിശുദ്ധിയുടെ പ്രതിഫലം ലഭിക്കുന്നതുവരെ ദൈവിക സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. വിശുദ്ധ ഗ്രിഗറി പറയുന്നത് പോലെ വിശുദ്ധ ടാർസിലയെ അവളുടെ മുത്തച്ഛനും മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ ഫെലിക്സ് രണ്ടാമൻ ഒരു ദർശനത്തിൽ സന്ദർശിക്കുകയും സ്വർഗ്ഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രകാശത്തിന്റെ വാസസ്ഥലത്തേക്ക് സ്വീകരിക്കാം. ഉടനെ തന്നെ അവൾ രോഗബാധിതയായി കിടപ്പിലായി. അവളെ കാണുന്നവർക്ക് അവൾക്ക് ചുറ്റും തടിച്ചുകൂടിയവരോട് അവൾ വിളിച്ചു പറഞ്ഞു, മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എന്റെ രക്ഷനായ ക്രിസ്തു വരുന്നുണ്ട്. ഈ വാക്കുകൾക്ക് ശേഷം ക്രിസ്തുമസിന്റെ തലേദിവസം രാത്രിയിൽ അവൾ തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിച്ചു. നിരന്തരമായ പ്രാർത്ഥന മൂലം അവളുടെ കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലെയും തൊലി ഒട്ടകത്തിന്റെ മുതുകുന്ന പോലെ പരുക്കനായി തീർന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ എമിലിയാനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും വെളിപാട് തിരുനാൾ സ്വർഗ്ഗത്തിൽ ആഘോഷിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ എമിലിയാന ജനുവരി 5-നാണ് മരിച്ചത്. രണ്ടുപേരും അവരുടെ മരണ ദിവസം നാമകരണം ചെയ്യപ്പെട്ടു. റോമൻ രക്തസാക്ഷി സൂചികയിൽ ഡിസംബർ 24-നാണ് വിശുദ്ധയുടെ നാമഹേത തിരുനാൾ.